കലൂർ സ്റ്റേഡിയത്തിലെ വാടക വിവാദം അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ GCDA ചെയർമാനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരുത്തിയിരിക്കുകയാണ്. ഒരു ISL മത്സരത്തിന് 2 ലക്ഷം രൂപ നിരക്കിൽ ബ്ലാസ്റ്റേഴ്സിന് സ്റ്റേഡിയം വിട്ടു നൽകുമെന്നായിരുന്നു K. ചന്ദ്രൻപിള്ളയുടെ പ്രഖ്യാപനം. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന GCDയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ തീരുമാനം അംഗീകരിച്ചില്ല. കഴിഞ്ഞ സീസണിൽ 8,40,000 രൂപയ്ക്കായിരുന്നു സ്റ്റേഡിയം കൈമാറിയിരുന്നത്. ഇത്തവണ സ്റ്റേഡിയം സൗജന്യമായി നൽകണമെന്ന് ഫുട്ബോൾ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. എന്നാൽ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിച്ചില്ല. പരമാവധി 50% വാടകയിൽ ഇളവ് നൽകാമെന്നാണ് എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം. അതായത് 4,20,000 രൂപയ്ക്ക് മാത്രമേ സ്റ്റേഡിയം വിട്ടു നൽകാൻ കഴിയൂ. അതോടൊപ്പം തന്നെ സ്റ്റേഡിയം കൈമാറുന്ന സമയങ്ങളിൽ സ്റ്റേഡിയത്തിൻ്റെ പരിപാലനം, വൈദ്യുതി, വെള്ളം, ചാർജുകളെല്ലാം തന്നെ പഴയതുപോലെ ബ്ലാസ്റ്റേഴ്സ് തന്നെ വഹിക്കുകയും വേണം. ഈ വാടക ഇളവ് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂവെന്നും എക്സിക്യൂട്ടീവ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കാരണം ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഡിറ്റ് ഒബ്ജക്ഷനുകൾ വന്നാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മറുപടി പറയേണ്ടി വരും. ഇവിടെ ചെയർമാൻ ഏകപക്ഷീയമായി 2 ലക്ഷം രൂപ എന്ന് നിശ്ചയിച്ചതാണ് പ്രശ്നങ്ങൾ വഷളാക്കിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാടക വർദ്ധിപ്പിച്ചതോടെ ബ്ലാസ്റ്റേഴ്സ് സമ്മർദ്ദവുമായി രംഗത്ത് വന്നിരിക്കുന്നു. വാടക വർധനവ് തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലെന്നും അങ്ങനെയെങ്കിൽ കൊച്ചി വിടേണ്ടി വരുമെന്നുമാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചുകൾ നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടയിലാണ് പുതിയ തർക്കം ഉയർന്നു വന്നിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.